വെൽക്കം ടു ഗോകുലം പാർക്ക്. ഞാൻ ഷെഫ് ശങ്കരനാരായണൻ, സൂസ് ഷെഫാണ് ഗോകുലം പാർക്കിലെ. ഞങ്ങൾ ഗോകുലം പാർക്കിൽ ഒരു അവാദ് ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ പോവുകയാണ്. 3-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് അവാദ് ഫുഡ് ഫെസ്റ്റിവൽ. ഞങ്ങളതിന് UP നിന്നും ഒരു ഷെഫിനെ വരുത്തിയിട്ടുണ്ട്. ഷെഫിൻ്റെ പേര് മൻവീർ സിംഗ് ആണ്. സരോവർ ഗ്രൂപ്പ് ഓഫ് ഹോട്ടലിൽ ഷെഫാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മേത്തി മച്ച്ലി മസാല. അതിൽ ഓയിൽ ആദ്യം ഒഴിക്കണം. റീഫൈൻഡ് ഓയിൽ ആദ്യം ഇച്ചിരി ഒഴിക്കണം. മേത്തി ലീഫ് ഉലുവയില, ഡ്രൈ ലീഫാണ് ഇത്. ചോപ്ഡ് ഓണിയൻ, അതായത് സവോള നമ്മൾ പൊടിയായി കട്ട് ചെയ്ത് ഇട്ട് വറുക്കാം. നല്ല ബ്രൗൺ കളർ വേണം. ഇത് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട്, അതായത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചുണ്ടാക്കി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നന്നായി വറ്റിയെടുക്കണം എന്നാണ് പറയുന്നത് ഷെഫ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, തോടെ സ്പൈസി വേണം. കുറച്ച് എരിവ് വേണമെന്നാണ് ഷെഫ് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി ഗ്രീൻ ചില്ലി കൂടുതലായിട്ടിട്ടുണ്ട്. ടർമറിക് പൗഡർ, അതായത് മഞ്ഞപ്പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി. ഇതെന്താ ചില്ലി പൗഡർ. ഇത് ഏത് നോർമൽ ചില്ലി പൗഡറാണോ? കാശ്മീരി ചില്ലി പൗഡർ. ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, ജീര പൗഡർ, ടീക്ക്. ധന്യ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടി. ടൊമാറ്റോ പ്യൂരി, തക്കാളി പേസ്റ്റ്, തക്കാളി അരച്ചുണ്ടാക്കി പേസ്റ്റ്. നല്ല സ്മെല്ലാണ്, നല്ല ഫ്ലേവർ, മേത്തി ഫ്ലേവർ. നല്ല ബ്രൗൺ കളറാവും. ഇതെങ്ങനെ നന്നായി സോട്ടാവും, റെഡ് കളറാവും. എല്ലാ അവാദി ഫുഡ് എല്ലാം ഒരുവിധം റെഡ് കളറാണ്. വൈറ്റ്, റെഡ്, എല്ലാ അവാദി ഫുഡ് മാക്സിമം സ്പൈസി ഉണ്ടാവും അല്ലേ? സ്പൈസി ഇല്ലാതെ അല്ലേ? റിച്ച് ഫുഡ്, സ്പൈസി നെയ്. ടൊമാറ്റോ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നത്? ടൊമാറ്റോ കാഷ്നട്ടും കൂടി ബോയിൽ ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഗ്രേവിയാണത് അല്ലേ? ഉണ്ടാക്കുന്ന പേസ്റ്റ്. ടൊമാറ്റോ കാഷ്നട്ടും കൂടി ടൊമാറ്റോ ഗ്രേവി. പനി. ഇനി എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് ബോയിലായി കഴിഞ്ഞാൽ ഫിഷ് ഇടാം. നമുക്ക് ഏത് ഫിഷാണ് വേണ്ട ചേട്ടാ. നമ്മൾ ഇതിപ്പോൾ നെയ്മീനാണ്. ഏത് ഫിഷ് വേണമെങ്കിലും, കറിക്ക് പറ്റിയ മീൻ ഏത് വേണമെങ്കിലും ഇടാം. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. സ്ലോ ചെയ്ത് വയ്ക്കാം. നമ്മൾ സ്റ്റവ് സ്ലോ ചെയ്യാം. എന്നിട്ട് അടച്ചു വയ്ക്കണം. 10 മിനിറ്റിൽ ഫിഷ് കറി റെഡിയാവും. മേത്തി മച്ച്ലി മസാല 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. റെഡിയായെന്ന് തോന്നുന്നു. നന്നായിട്ട് സ്മെല്ല് വരുന്നുണ്ട്. നല്ല ഫ്ലേവറാണ്. നോക്കാം. ഓക്കെ, റെഡിയായി. നമ്മുടെ മേത്തി മച്ച്ലി മസാല റെഡിയായി. നമുക്ക് കഴിച്ച് നോക്കാം. ഗാർണിഷ് ഫ്രഷ് മേത്തി, ഡ്രൈ മേത്തി. നമ്മുടെ ഗോകുലം പാർക്കിലെ അവധി ഫുഡ് ഫെസ്റ്റിവലിന് സ്പെഷ്യലായി ഉണ്ടാക്കുന്ന ഫിഷ് കറിയാണ്. ഫിഷ് കറിയുടെ പേര് ഷെഫ് പറയും. മേത്തി മച്ച്ലി മസാല, അതായത് ഉലുവ ഇല കൊണ്ടുണ്ടാക്കുന്ന ഫിഷ് കറിയാണ്. ഉലുവയിലയുടെ ഫ്ലേവറാണ്